ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പാർട്ട് ബിയിലെ മോഡ്യൂൾ 1-ലെ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി എന്ന ഭാഗമാണ്, ചരിത്രത്തിലെ നിർവചനം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചരിത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ചരിത്രം എന്ന് നമ്മൾ പരാമർശിക്കപ്പെടുന്നത് മനുഷ്യനും അവൻ്റെ സമൂഹവുമായിട്ടുള്ള കാലാനുഗതമായ ബന്ധങ്ങളുടെ വിവരണങ്ങൾ എന്ന തലത്തിലാണ്. മനുഷ്യൻ എല്ലാ കാലഘട്ടത്തിലും അവൻ്റെ ഭൂതകാലത്തിലെ അജ്ഞാനതയെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. ചരിത്രം എന്നു പറഞ്ഞാൽ ഭൂതകാല സമസ്യയുടെ രേഖകളെന്ന് വിലയിരുത്തപ്പെടാം. കഴിഞ്ഞകാല അനുഭവങ്ങളുടെ പഠനം ഓർ ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് എന്ന തരത്തിലാണ് ചരിത്രകാരന്മാരും സാമൂഹ്യശാസ്ത്രജ്ഞന്മാരും ചരിത്രത്തെ വിലയിരുത്തുന്നത്. ഗ്രീക്ക് വാക്കായ ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് ഉത്ഭവിച്ചത്. വ്യത്യസ്ത ഭാഷകളിൽ ചരിത്രത്തെ സൂചിപ്പിക്കാൻ വ്യത്യസ്തമായ പദം ഉപയോഗിച്ചിരുന്നു. ജർമ്മൻ വാക്കായ ഗൈസ്തെ എന്ന പദം ചരിത്രത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. അറബി വാക്കായ താരിഖ് ചരിത്രത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഗ്രീക്കുകാരാണ് വസ്തുതകളെ മുൻനിർത്തിയുള്ള പഠനങ്ങൾ ചരിത്രത്തിൽ ആരംഭിക്കുന്നത്. എന്ത്, എങ്ങനെ, എന്തുകൊണ്ട് എന്ന വാക്കുപയോഗിച്ചാണ് അവർ ചരിത്രത്തെ നിർവചിച്ചത്. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസാണ് ചരിത്രത്തിൻ്റെ പിതാവ്. മനുഷ്യൻ കാലാകാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. ഹിസ്റ്റോറിയ എന്ന വാക്കിനർത്ഥം അന്വേഷണം അല്ലെങ്കിൽ ഗവേഷണം എന്നാണ്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിനു മുമ്പുള്ള കാലം ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നു. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലമെന്നും അറിയപ്പെടുന്നു. ചരിത്രം രേഖപ്പെടുത്തുന്ന രീതികൾ എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് എന്ന ശാഖയാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ഹെറോഡോട്ടസിനെ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സിസ്റ്റേറോ. മനുഷ്യൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക, എത്യോപ്യ. നിയാണ്ടർതൽ മനുഷ്യനെ കണ്ടെത്തിയത് ജർമ്മനിയിൽ. ബുദ്ധിയുള്ള മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ്. ഇന്ത്യയിൽ നിന്ന് ലഭിച്ച ആൾക്കുരങ്ങിൻ്റെ അവശിഷ്ടം രാമപിത്തേക്കസ്. ചരിത്രത്തിൻ്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് ഗ്രീസ്. ലോകത്തിലെ ആദ്യ ചരിത്രകൃതി ഹിസ്റ്റോറിക്ക. ഹിസ്റ്റോറിക്ക എന്ന ചരിത്രകൃതിയുടെ രചയിതാവ് ഹെറോഡോട്ടസ്. ആധുനിക ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോപോൾ വോൺ റാങ്കെ. ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തുസിഡൈഡ്സ്. പെലോപ്പൊനീഷ്യൻ യുദ്ധചരിത്രം എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് തുസിഡൈഡ്സ്. ലോക ചരിത്രത്തിൻ്റെ രഹസ്യം എന്ന കൃതിയുടെ കർത്താവ് റാങ്കെ. മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യയാണ് ചരിത്രം. വോൾട്ടയർ. ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ്. ജോൺ സീലി. മഹാത്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം. തോമസ് കാർലൈൻ. മനുഷ്യൻ എന്തു ചെയ്തു, എന്തു പറഞ്ഞു, എന്ത് ചിന്തിച്ചു, അതാണ് ചരിത്രം. പ്രൊഫസർ മെറ്റ്ലാൻഡ്. വിവേകത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന ആചാര്യനാണ് ചരിത്രം. എഡ്മണ്ട് ബർക്ക്. ധാർമ്മിക വിപ്ലവങ്ങളെക്കുറിച്ചു അവയുടെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള രേഖയാണ് ചരിത്രം. ലക്കി. മനുഷ്യ സ്വാതന്ത്ര്യത്തെ തുറന്നു കാണിക്കുന്ന കഥയാണ് ചരിത്രം. ലോർഡ് ആക്ടൺ. കഴിഞ്ഞ കാലങ്ങളിലൂടെ മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. വിൽ ഡ്യൂറന്റ്. സമുദായങ്ങളുടെ സ്മരണയാണ് ചരിത്രം. പ്രൊഫസർ റീനിയർ. മാനവവംശത്തിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങളെയും മനുഷ്യവംശത്തിൽ നടക്കുന്ന സംഭവങ്ങളെയും കുറിച്ചുള്ള വിവരണമാണ് ചരിത്രം. ജെ ആൻഡേഴ്സൺ. മനുഷ്യൻ്റെ നിർഭാഗ്യങ്ങളുടെയും വിഡ്ഢിത്തരങ്ങളുടെയും രജിസ്റ്ററാണ് ചരിത്രം. എഡ്വേർഡ് ഗിബ്ബൺ. ഒരേ സമയം ശാസ്ത്രവും കലയുമാണ് ചരിത്രം. ജി.എം. ട്രാവലിയൻ. ചരിത്രകാരൻ്റെ അനുഭവമാണ് ചരിത്രം. ഓക്സ്ഫോർഡ്. ചരിത്രം കൂടുതലോ കുറവോ അല്ലാത്ത ശാസ്ത്രം തന്നെയാണ്. ബെറി. ചരിത്രം യഥാർത്ഥത്തിൽ മതത്തിൻ്റെ പ്രകാശനമാണ്. ലെബിൻസ്.
മനുഷ്യൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമല്ല, അതിലുപരി അവരുടെ ചിന്ത, അതാണ് ചരിത്രമെന്ന് അഭിപ്രായപ്പെട്ടത്. മെറ്റ്ലാൻഡ്. മനുഷ്യാനുഭവം എന്നാണ് ചരിത്രത്തിൻ്റെ മറ്റൊരു പേര്. ഡോയൻബി. നാം ചരിത്രത്തിൽ നിന്നും സദാചാര സംഹിത ഉണ്ടാക്കുന്നു, ആ സംഹിത കൊണ്ട് ചരിത്രത്തെ അളക്കുന്നു. ട്രോൾസ്. മാനവരാശിയുടെ സ്നേഹത്തിൻ്റെ കഥയാണ് ചരിത്രം. ഫോസ്റ്റർ. മനുഷ്യ പുരോഗതിയുടെ അളവുകോലാണ് ചരിത്രം. ഡെർഗോട്ട്. മനുഷ്യൻ അവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെയും അവൻ്റെ നേട്ടങ്ങളുടെയും ഒരു രേഖ എന്ന് ചരിത്രത്തെ നിർവചിച്ചത്. ഹെറോഡോട്ടസ്. ഉദാഹരണങ്ങളിലൂടെ പഠനവിധേയമാക്കേണ്ട ഒരു പ്രധാന ദർശനമാണ് ചരിത്രം. ഡൈനീഷ്യസ്. ഓർമ്മിക്കപ്പെടേണ്ട വസ്തുക്കളുടെ സമാഹാരമാണ് ചരിത്രം. തൂസിഡൈസ്. ഒരു വിധപ്പെട്ട മറ്റാർക്കും വിധേയമാകാത്ത കഴിഞ്ഞുപോയ കാലത്തെപ്പറ്റിയുള്ള അനുഭവങ്ങൾ. അരിസ്റ്റോട്ടിൽ. മനുഷ്യനെ ബുദ്ധിമാനായി മാറ്റുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ചരിത്രം. ഫ്രാൻസിസ് ബേക്കൺ. സത്യത്തെ തേടിയുള്ള അനന്തരമായ യാത്രയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ചരിത്രം. റൂസോ. ചരിത്രമെന്നു പറയുന്നത് ഒരു ശാസ്ത്രം തന്നെയാണ്. മാർക്ക് ലിയോപോൾ ബെഞ്ചമിൻ ബ്ലേത്ത്. ചരിത്രം എന്നാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വർഗസമരങ്ങളെ പറ്റിയുള്ള പഠനം. കാരൽ മാർക്സ്. എല്ലാ ചരിത്രങ്ങളും ചിന്തകളെ പറ്റിയുള്ള ചരിത്രമാണ്. ആർ.ജി. കോളിംഗ്വുഡ്. വർത്തമാനവും ഭൂതവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസാനിക്കാത്ത സംഭാഷണമാണ് ചരിത്രം. ഇ.എച്ച്. കാർ. ചരിത്രം എന്നാൽ ഉൽപാദന വിനിമയ ഉപാധികൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ, അവൻ്റെ വിജയകരമായ പ്രവർത്തനങ്ങളുടെ കാലാനുഗതമായ ഒരു നേർചിത്രം എന്ന തരത്തിലാണ് നോക്കിക്കാണുന്നത്. ഡി. എല്ലാ ചരിത്രങ്ങളും സമകാലിക ചരിത്രമാണ്. ബെനഡിക്റ്റോ ക്രോസ്. ഒരു യുഗം മറ്റൊന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ രേഖയാണ് ചരിത്രം. ബെർഹാർഡ്. ചരിത്രം വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനാടകമാണ്. ജവഹർലാൽ നെഹ്റു. ചരിത്രം അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം. ഹെൻറി ജോൺസൺ. ചരിത്രത്തിൻ്റെ മൂല്യവും താൽപ്പര്യവും ഭൂതകാലത്താൽ വർത്തമാനകാലത്തെ പ്രകാശിപ്പിക്കുന്ന അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. സ്മിത്ത് വി.എസ്. സംഭവങ്ങളുടെ ഗതിയുടെയോ ആശയങ്ങളുടെ പുരോഗതിയുടെയോ സംബന്ധിച്ച വിവരണമാണ് ചരിത്രം. റാബ്സൺ. പ്രകൃതിക്കും ഘടകങ്ങൾക്കും എതിരെ യുഗങ്ങളിലൂടെയുള്ള മനുഷ്യൻ്റെ പോരാട്ടത്തിൻ്റെ കഥയാണ് ചരിത്രം. ജവഹർലാൽ നെഹ്റു. ചരിത്രം ആവർത്തിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഹെഗൽ. ചരിത്രകാരന്മാരുടെ കടമ ഭൂതകാലത്തെ യഥാർത്ഥത്തിൽ വിവരിക്കുക എന്നതായിരുന്നു. ലിയോപോൾ വോൺ റാങ്കെ. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൽ 40ഓളം ഡെഫിനിഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം തന്നെ എഴുതിയെടുത്ത് പഠിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.